വോട്ടെടുപ്പ് ദിവസം രാജകുമാരിയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന് മർദ്ദനമേറ്റ സംഭവത്തിൽ വിശദീകരണവുമായി CPM പ്രാദേശിക നേതൃത്വം. കോൺഗ്രസ് നേതാവ് റോയി ചാത്തനാട്ടിന് മർദ്ദനമേറ്റ സംഭവത്തിൽ CPMന് പങ്കില്ല എന്നും എന്നാൽ ഖജനാപ്പാറയിൽ സംഘർഷം സൃഷ്ടിക്കുവാൻ കോൺഗ്രസ് മനഃപൂർവ്വം ശ്രമിക്കുകയാണെന്നും CPM നേതാക്കൾ ആരോപിച്ചു. നിരപരാധികളെയാണ് സംഭവത്തിൽ പോലീസ് പിടികൂടിയതെന്നും ജയിലിലുള്ളവർക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നതായും CPM നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷമായിരുന്നു രാജകുമാരി ഖജനാപ്പാറയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റോയി ചാത്തനാട്ടിനെതിരെ ആക്രമണമുണ്ടായത്. സംഭവത്തിൽ CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗം ഉൾപ്പെടെ 3 പേർ റിമാൻഡിലാണ്. വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി എത്തി ആക്രമണം നടത്തിയെന്നാണ് റോയിയുടെ പരാതി. സംഭവത്തിൽ CPMന് പങ്കില്ലെന്നും അറസ്റ്റിലായവർ അവരുടെ തോട്ടത്തിൽ പോയി മടങ്ങുന്ന വഴിയിലാണ്, അതുകൊണ്ടാണ് വാക്കത്തി വാഹനത്തിലുണ്ടായിരുന്നതെന്നും എന്നാൽ വോട്ടിംഗ് കഴിഞ്ഞ ശേഷം ബൂത്തും പരിസരത്ത് നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ കൂടി നിന്ന് മനഃപൂർവ്വം സംഘർഷമുണ്ടാക്കിയതെന്നുമാണ് CPM പറയുന്നത്. തെരഞ്ഞെടുപ്പ് 6 മണിക്ക് കഴിഞ്ഞു. ഞങ്ങളെല്ലാം പോയി ഞാൻ മുരിക്കത്തൊട്ടിലുണ്ടായിരുന്നു. രാജാറാമും മുരുകനൊക്കെ വേറെ വഴിക്കൂടെ പോയി. ഞങ്ങൾ കണക്ക് കൊടുക്കാൻ വേണ്ടി എല്ലാവരും പോയി കഴിഞ്ഞിട്ടാണ് അവിടെ ഒരു സംഘർഷം ഉണ്ടാകുന്നത്. അവരെങ്ങാണ്ട് തോട്ടത്തിൽ പോയിട്ട് വന്നവരാണ്. ഇവരുമായിട്ട് വഴക്കുണ്ടാക്കി. ആ പാവങ്ങളെ തല്ലി എന്നിട്ട് അവരുടെ തലയിലേക്ക് ഇത് അടിച്ചേൽപ്പിച്ചു. അവരുടെ വാക്കത്തി ഉണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞു. വാക്കത്തി അവർ തോട്ടത്തിൽ പോയിട്ട് വന്ന ആൾക്കാരാണ്. അവരുടെ തോട്ടം അപ്പുറം തൊട്ടടുത്താണ് അവരുടെ തോട്ടം. പോയിട്ട് വന്നപ്പോൾ ഇവർ കൂട്ടം കൂടി 100-200 ആൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു, കോൺഗ്രസ്സുകാർ. പ്രശ്നത്തിൽ കോൺഗ്രസും പോലീസും തമ്മിലുള്ള ഒത്തുകളിയാണെന്നും ഖജനാപ്പാറയിൽ മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിക്കാനുള്ള കോൺഗ്രസിന്റെ രാഷ്ട്രീയ നീക്കമാണ് ആരോപണത്തിന് പിന്നിലെന്നും CPM പ്രാദേശിക നേതൃത്വം അറിയിച്ചു. അതേസമയം നിരപരാധികളായവരെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ അവരോടൊപ്പമാണെന്നും അവരെ സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകുമെന്നും നേതാക്കൾ പറഞ്ഞു. ഇനി 100% നിൽക്കുക. അവർക്ക് വേണ്ടി 100% നിൽക്കും. എന്താണെന്ന് വെച്ചാൽ പാവങ്ങളെയാണ് തല്ലിയേക്കുന്നത്. അവരെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലാക്കി അകത്ത് കൊണ്ടാക്കിയേക്കുന്നത്. അവരെ വടിവാളുണ്ടായിരുന്നു. അതുകൊണ്ട് ചുമ്മാ നുണയല്ലേ, കള്ള നുണയാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. CP മാത്യു എന്ന് പറഞ്ഞാൽ ഇത്രയും വൃത്തികെട്ട ഒരു നേതാവിനെ നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ ഉടുമ്പൻചോലയിൽ CPM പരാജയ ഭീതിയിലാണ് ആക്രമണം നടത്തുന്നതെന്ന് റോയ് ചാത്തനാട്ടിനെ ആശുപത്രിയിൽ സന്ദർശിച്ച ശേഷം DCC പ്രസിഡന്റ് CP മാത്യു ആരോപിച്ചിരുന്നു. എന്നാൽ DCC പ്രസിഡന്റിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ഉടുമ്പൻചോലയിൽ ഇടതുമുന്നണിക്ക് വിജയം ഉറപ്പാണെന്നും നേതാക്കൾ അറിയിച്ചു. CPM രാജക്കാട് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ P. രവി, P. രാജാറാം, ഖജനാപ്പാറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി S. മുരുകൻ, രാജകുമാരി നോർത്ത് ലോക്കൽ സെക്രട്ടറി AP. റോയ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്.